റഷ്യൻ റവല്യൂഷന്റെ ആദ്യത്തെ കുറേ ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. കഴിഞ്ഞ ക്ലാസ്സിലെ ഫെബ്രുവരി വിപ്ലവം വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഇന്ന് അതിന്റെ ബാക്കി ഭാഗങ്ങളാണ് തുടങ്ങുന്നത്. ഫെബ്രുവരി വിപ്ലവം എന്താണെന്ന് നമ്മൾ പഠിച്ചതാണ്. അതായത് അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിൽ പ്രൊവിഷണൽ ഗവൺമെന്റ് വരുന്നു. നിക്കോളാസ് രണ്ടാമൻ ത്രോൺ ഔട്ട്. മെൻഷെവിക്ക് റൂളറായ അലക്സാണ്ടർ കെരൻസ്കി അധികാരം ഏറ്റെടുക്കുന്നു. അതിനുശേഷം എന്തൊക്കെയാണ് നടന്നതെന്നാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ. അതായത് ഈ പ്രൊവിഷണൽ ഗവൺമെന്റിനെ സോവിയറ്റുകൾ അംഗീകരിച്ചില്ല. They were not approved of the provisional government. At that time, Vladimir Lenin, he was in Switzerland. He came to Russia and he opposed the provisional government. അദ്ദേഹം ഇനി തിരിച്ച് റഷ്യയിലേക്ക് എത്തി. ഇവിടെ വന്ന് ഈ മെൻഷെവിക്കിന്റെ ഗവൺമെന്റിനെ അംഗീകരിക്കുന്നില്ല, അതിനെ എതിർക്കുകയാണ്. അദ്ദേഹത്തിന്റെ he argued that, അതായത് the aim of the revolution is to give all power to Soviets. ബോൾഷെവിക്കുകളും സോവിയറ്റുകളും ലെനിന്റെ ഈ ആർഗ്യുമെന്റ്സിനെ സപ്പോർട്ട് ചെയ്തു. മാത്രവുമല്ല, they propagated that only proletarians or workers government could eradicate centuries old economic backwardness and inequality. അതായത് നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ഈ റഷ്യയിലെ സാമ്പത്തിക പിന്നോക്കാവസ്ഥയും അതുപോലെ ഇനീക്വാളിറ്റിയും ഇല്ലാതാകണമെങ്കിൽ ഒരു പ്രോളിറ്റേറിയറ്റ് ഗവൺമെന്റ് ഉണ്ടാകണം. They put forward several demands. അതിനോടൊപ്പം ചില ഡിമാൻഡ്സും കൂടി അവർ കൊണ്ടുവരുന്നു. എന്തൊക്കെയാണെന്ന് നോക്കാം. Withdraw Russia from the First World War. ഫസ്റ്റ് വേൾഡ് വാറിൽ നിന്നും റഷ്യ പിന്മാറുക. Seize the lands owned by the lords and distribute them to the farmers. ഫാർമേഴ്സിന് ഭൂമി നൽകണം. ലോർഡ്സിൽ നിന്നും ഭൂമി ഏറ്റെടുത്ത് ഫാർമേഴ്സിന് നൽകണം. മേക്ക് ഫാക്ടറീസ് പബ്ലിക് പ്രോപ്പർട്ടി. ഇനി അപ്പൊ ഈ മൂന്ന് ആശയങ്ങൾ വെച്ചുകൊണ്ടാണ് അവര് റഷ്യയിലാകെ അവരുടെ പ്രഖ്യാപനങ്ങൾ നടത്തുന്നത്. അങ്ങനെ 1917 in October the Bolsheviks organized armed rebellion against the provisional government. ഈ പ്രൊവിഷണൽ ഗവൺമെന്റിനെതിരെ ആംഡ് ഫോഴ്സ് ഉപയോഗിക്കുന്നു. ഈ സമയം കെരൻസ്കി ഫ്ലഡ് ഫ്രം കൺട്രി, രാജ്യത്തു നിന്നും ഓടിപ്പോകുന്നു. Then Russia came under the control of Bolshevik. ബോൾഷെവിക്കിന്റെ കൺട്രോളിലാകുന്നു. This event which Bolsheviks attained power is known as October Rebellion. ഒക്ടോബർ റവല്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒക്ടോബർ റവല്യൂഷന്റെ ഫലമായിട്ട് കുറേയേറെ കാര്യങ്ങൾ റഷ്യയിൽ നടപ്പാകുന്നുണ്ട്. അപ്പം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, ഫെബ്രുവരി റവല്യൂഷൻ അലക്സാണ്ടർ കെരൻസ്കി അധികാരമേറ്റ് പ്രൊവിഷണൽ ഗവൺമെന്റ് ഫോം ചെയ്യുന്നു. പക്ഷേ ഒക്ടോബർ റവല്യൂഷനിലെ കെരൻസ്കി ഫ്ലഡ് ഫ്രം റഷ്യ, അവിടെ നിന്നും സ്ഥാനം വിട്ടുപോവുകയാണ്, രാജ്യം വിട്ടുപോകുന്നു. അപ്പം ഈ രണ്ട് റവല്യൂഷന്റെയും പ്രാധാന്യം അതാണ്. ബെൻഷെവിക്ക് അധികാരത്തിൽ വരുന്നു, ഫെബ്രുവരി റവല്യൂഷൻ. ബെൻഷെവിക്ക് അധികാരം വിട്ടുപോകുന്നു, ഒക്ടോബർ റവല്യൂഷൻ. ഇനി എന്തൊക്കെയാണ് റഷ്യൻ റവല്യൂഷന്റെ റിസൾട്ട് എന്തൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് റഷ്യ വിഡ്രോ ഫ്രം ദി ഫസ്റ്റ് വേൾഡ് വാർ. ഫസ്റ്റ് വേൾഡ് വാറിൽ നിന്നും പിന്മാറും. സെക്കൻഡ് വൺ ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ലാൻഡ് ടു ദി ഫാർമേഴ്സ്. തേർഡ് വൺ gave importance to public sector. Introduced centralized planning. Then
achieved develops in the field of science, technology and economy. New constitution came into force in 1924. റഷ്യയിൽ ഒരു പുതിയ ഭരണഘടന ഉണ്ടാകുന്നു 1924. Union of Soviet Socialist Republic was formed. USSR was formed. Spread the socialist ideas all over the world. അതായത് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ലോകമെല്ലാം പരക്കുന്നു. ഇതായിരുന്നു റഷ്യൻ റവല്യൂഷന്റെ റിസൾട്ട്. അതായത് ബോൾഷെവിക് പാർട്ടി ഡിമാൻഡ് ചെയ്ത കാര്യങ്ങളെല്ലാം നടപ്പാകുന്നു. ഈ റഷ്യൻ റവല്യൂഷനിലെ ചില ഇമ്പോർട്ടൻ്റ് ചോദ്യങ്ങളുണ്ട്. അതിൽ ഒന്നാണ് റിസൾട്ട് ഓഫ് റഷ്യൻ റവല്യൂഷൻ. മറ്റൊരു ചോദ്യമാണ് അനലൈസ് ദി സർക്കംസ്റ്റൻസസ് ദാറ്റ് ലെഡ് ടു ഫോം എ പ്രൊവിഷണൽ ഗവൺമെന്റ് ഇൻ റഷ്യ. ഒരു പ്രൊവിഷണൽ ഗവൺമെന്റ് രൂപീകരിക്കാനുണ്ടായ സാഹചര്യം. അത് നമ്മൾ ഫെബ്രുവരി റവല്യൂഷനിൽ പഠിച്ചത് തന്നെയാണ്. അതായത് 1914 ഫസ്റ്റ് വേൾഡ് വാർ ഉണ്ടാകുന്നു. ഈ സമയം നിക്കോളാസ് ദ്യൂമ നിയമനിർമ്മാണ സഭയുടെ അംഗീകാരമില്ലാതെ തന്നെ ഇതിൽ പങ്കെടുക്കുന്നു. Then several soldiers were killed. Then 1917 thousands of women marched to the town Petrograd. Then some of the soldiers joined in the Soviets. They fight against this government. Then the first world war, the soldiers suffered a lot of things, so they joined the Soviets. Then Nicholas II thrown out Alexander Kerensky, form a government, provisional government. ഇതാണ് ഫെബ്രുവരി വിപ്ലവം. ഈ സാഹചര്യമാണ് ഫെബ്രുവരി വിപ്ലവത്തിന് കാരണമാകുന്നത്. അതായത് സാഹചര്യം ഇതാണ്. അടുത്തത് റഷ്യയിലെ ഒരു റവല്യൂഷൻ ഉണ്ടാകാനുള്ള സാഹചര്യം എന്തായിരുന്നു? അതായത് റഷ്യ ഭരിച്ചിരുന്ന സാർ ചക്രവർത്തിമാരുടെ ഏകാധിപത്യം. അപ്പോൾ അവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായി. അവര് ജീവിതം ഭയങ്കര നിരാശയിലും, അവരുടെ ജീവിതം ദുരിതപൂർണമായിരുന്നു. പിന്നെ ഒന്നാണ് കാർഷിക മേഖലയിലെ ഉൽപാദനം കുറവായാലും ടാക്സ് കൊടുക്കുക. സമ്പന്നമായ നാച്ചുറൽ റിസോഴ്സസ് റഷ്യയിലുണ്ട്. പക്ഷേ അവരെ കൺട്രോൾ ചെയ്തിരുന്നത് വിദേശികളായിരുന്നു. അങ്ങനെ അവർക്ക് ജനങ്ങൾ ഒരുപാട് ദുരിതത്തിലായതുകൊണ്ടാണ് ഒരു റവല്യൂഷന് സാഹചര്യം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ മറ്റൊന്നാണ് റഷ്യയിലെ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. ആ പാർട്ടി രണ്ടാകുന്നു. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ബെൻഷെവിക്കും ബോൾഷെവിക്കും. ബെൻഷെവിക്കുകൾ എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷമാണ്, ബോൾഷെവിക് എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷമാണ്. അപ്പം രണ്ട് റവല്യൂഷൻ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫെബ്രുവരി റവല്യൂഷനും ഒക്ടോബർ റവല്യൂഷനും. ഇനി ഇതിന്റെ റിസൾട്ട്. മാർക്സിസ്റ്റ് ഐഡിയാസ് നൽകിയത് കാൾ മാർക്സും ഫെഡറിക് ഏംഗൽസുമാണ്. ഇനി ഇതിന് ടൈം ലൈന് ധാരാളം വർഷങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പ്രത്യേക ടൈം ലൈൻ. അപ്പൊ അങ്ങനെയാവുമ്പോൾ ഇമ്പോർട്ടൻ്റ് ഇയർ ആണ് 1905 റഷ്യ ജപ്പാൻ വാർ, 1905 ബ്ലഡി സൺഡേ, 1914 ഫസ്റ്റ് വേൾഡ് വാർ, 1917 മാർച്ച് ഫെബ്രുവരി റവല്യൂഷൻ, then 1917 October revolution, 1924 constitution formed. then രണ്ട് പുതിയ അതിലെ വേർഡാണ് സോവിയറ്റ്സും ഡ്യൂമ. സോവിയറ്റ്സ് എന്ന് പറഞ്ഞാൽ വർക്കേഴ്സ് ഗ്രൂപ്പാണ്, ഡ്യൂമ എന്ന് പറഞ്ഞാൽ ലോ മേക്കിംഗ് ബോഡിയാണ്.